ഇന്നത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകിയതും കാഴ്ച സമർപ്പണം നടത്തിയതും ഇന്നലെ പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തത് സെൻറ്റ് ആൻ്റണി കുടുംബേറ്റ് അംഗങ്ങളാണ്. അവർക്ക് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അവരുടെ പ്രത്യേക പാർട്ടിസിപ്പേഷന് എല്ലാ കുടുംബങ്ങളും പ്രസ്തുത കർമ്മങ്ങളിൽ പങ്കെടുത്തു. എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്ത ഞായറാഴ്ച പ്രസ്തുത കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ്റ് ജോർജ് കുടുംബേറ്റ് അംഗങ്ങളായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കിയത് ഡോൺ ബോസ്കോ കുടുംബേറ്റ് അംഗങ്ങളായിരുന്നു. അവർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അടുത്ത ശനിയാഴ്ച മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കേണ്ടത് റാണി മരിയ കുടുംബേറ്റ് അംഗങ്ങളായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ കാഴ്ച സമർപ്പണം ലിറ്റിൽ ഫ്ലവർ കുടുംബേറ്റ് 3000 രൂപ. കഴിഞ്ഞ ആഴ്ചയിലെ സഞ്ചിപ്പിരിവ് ബസിലിക്കയിലെ സഞ്ചിപ്പിരിവ് 31,642. സെൻറ്റ് റോക്കി കപ്പേളയിലെ സഞ്ചിപ്പിരിവ് 9,266. സെൻറ്റ് ജോസഫ് കപ്പേളയിലെ സഞ്ചിപ്പിരിവ് 2,600. സാമൂഹിക ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ പൂമുട്ടുകൾ എന്ന സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ഏകദേശം 150ഓളം കുട്ടികളാണ് ഇതുവരെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു മീറ്റിംഗ് അടുത്ത ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് കൂടുന്നതാണ്. ഓരോ ഗ്രൂപ്പിൻ്റെയും ആനിമേറ്റേഴ്സും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. രൂപതയിൽ നിന്നുള്ള റിസോഴ്സ് ടീം ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലാസ് നയിക്കുന്നതാണ്. പരിശുദ്ധ മഞ്ഞമാതാവിൻ്റെ തിരുനാളിനോട് അനുബന്ധമായി വിവിധ വോളണ്ടിയേഴ്സ് ഗ്രൂപ്പിലേക്ക് വ്യക്തികളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ യൂണിറ്റിൽ നിന്നും സന്നദ്ധരായ 5 പേരുടെ പേര് വിവരം അതാത് ബ്ലോക്ക് കൺവീനർ വഴിയായി പള്ളി ഓഫീസിൽ നൽകേണ്ടതാണ്. 5 പേരെന്ന് പറയുമ്പോൾ 2 പുരുഷന്മാർ 3 സ്ത്രീകൾ എന്ന രീതിയിൽ പേര് നൽകേണ്ടതാണ്. പരിശുദ്ധ മഞ്ഞമാതാവിൻ്റെ തിരുനാൾ ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുന്നതിനും നമുക്കൊരോരുത്തർക്കും മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയായി അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങാം. രോഗികൾക്ക് ദിവികാരം നൽകുവാനായി 3-ാം തീയതി വ്യാഴാഴ്ച തെക്ക് ഭാഗത്തേക്കും 4-ാം തീയതി വെള്ളിയാഴ്ച വടക്ക് ഭാഗത്തേക്കും വരുന്നതായിരിക്കും. പള്ളിപ്പുറ മഞ്ഞമാതാ ബസിലിക്ക KCYM-ന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന ഒരു പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻ നടത്തപ്പെടുന്നു. എല്ലാവർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഒരു യൂണിറ്റിൽ നിന്നും മിനിമം 5 പെയിൻറ്റിങ്ങുകൾ വീതം നൽകണമെന്ന് താല്പര്യപ്പെടുന്നു. ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന പെയിൻറ്റിങ്ങുകൾ ജൂലൈ 13-ാം തീയതി ഞായറാഴ്ച പ്രദർശനം ചെയ്യുന്നതാണ്. മികച്ച 3 പെയിൻറ്റിങ്ങുകൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ വരയ്ക്കുന്ന പെയിൻറ്റിങ് ജൂലൈ 10-ാം തീയതിക്ക് മുൻപായി ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റിൽ എത്തിക്കേണ്ടതാണെന്ന് അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ വിശ്വാസത്തെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ചില ഗ്രൂപ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ചില പെന്തക്കോസ്ത ഇനത്തിൽപ്പെടുന്ന ചില ഗ്രൂപ്പുകളാണ്. ഇപ്പം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അവർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ചില ഭവനങ്ങളിലേക്ക് അവർ കയറി മാതാവിനോടുള്ള വലിയ ഭക്തിയൊക്കെ കാണിച്ച് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ഇപ്പം എംപറർ എമ്മാനുവൽ എന്നുള്ള ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. അവിടെ പോയ ആളുകളുടെ തിക്താനുഭവങ്ങളും പിന്നീട് സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട് ആയിരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാം. അത് ഔദ്യോഗികമായിട്ടൊക്കെ ബാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞെന്ന് മാത്രം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടേതായ വിശ്വാസത്തിൽ നിൽക്കുക, നമ്മളധികം അവരെ കേൾക്കാതിരിക്കുക. അപ്പോൾ കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ പല വിധത്തിലും തെറ്റിദ്ധാരണയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ചില വീടുകളിലൊക്കെ അവർ സന്ദർശിച്ചു, ചിലരൊക്കെ അവരുടെ കൂടെ പോകാൻ സന്നദ്ധരാണ് എന്ന രീതിയിലൊക്കെ ആയി. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ജീവിക്കുക. പിന്നെ പള്ളിപ്പുറം മഞ്ഞമാതാവ് നമ്മളെ എപ്പോഴും സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
അടുത്ത ഞായറാഴ്ച മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ദശാംശ പിരിവായിരിക്കും എന്ന കാര്യം അറിയിച്ചു കൊള്ളുന്നു.